ഞാൻ ഓരോട് പറയും, ഞാൻ നിങ്ങളെ ഉമ്മി ഞാനുള്ള തെറ്റിന് നിങ്ങൾക്ക് വാപ്പ ഞാൻ തന്നെയാണ്. ഉമ്മ നിങ്ങൾ ഉമ്മാനോടും പെറുക്കണ്ട, വാപ്പാനോടും പെറുക്കണ്ട. നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ വിളിച്ചോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരണ്ട്. ഞാൻ പോലെ കൊണ്ട് പേര് വരുമാനം എനിക്കില്ലല്ലോ, ബടിയില്ല. നിന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആറ്റുമുട്ടിയിട്ട് എങ്ങനെയാണ് പോകും. പിന്നെ വെള്ളത്തിൽ ഞാൻ ഒരു ഉറുപ്പ്യാക്ക് ഇവിടെ കുടുങ്ങിയിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചിട്ട് എനിക്കുമല്ല, ആ തീടത്തിന് വേണ്ടിയിട്ട് വിളിക്കണ്ട. എന്താ ചെയ്യാ? പക്ഷേ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. രണ്ടാളും ഒരു കമ്പനിയാ. ഇങ്ങോട്ടേ എന്നോട് പറയാ, എന്തൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ പിന്നെ ശേഷം 8 കൊല്ലം കേസ് നടത്തി. ആരും ഇല്ല. നമ്മളെ ആദ്യം കൗണ്ടർ ചെയ്യുന്ന 10,000 റുപ്യ കൊടുത്തേ. പിന്നെ കേസിനൊക്കെ പോകുമ്പോൾ 1000, 500, 500 വക്കീലിന് കൊടുക്കണം. പിന്നെ ഓപ്പും കൊടുക്കണം. അവിടെ ഓപ്പും ചിലവിന് ഞാൻ കൊടുക്കും. 5000, 10,000, 12,500 റുപ്യേനെ പറഞ്ഞിട്ടുണ്ട് വിധി. ഞാൻ മഞ്ചേരി പോയിട്ട് അപ്പീൽ ചെയ്ത് 9,000 ആക്കി. ആ 9,000 എന്ത് 5,000 കൊടുക്കൽ തുടങ്ങി. ബാക്കിയുള്ള വാങ്ങുന്ന പറഞ്ഞു, ബാക്കിയുള്ള നേരം ഞാൻ കിടന്നോളാം. നീ തല പോവില്ല, തല്ലു ഒന്നും കിട്ടൂല, എനിക്ക് ഞാൻ അവിടെ കിടന്നോളാം. എന്നിട്ട് കേസ് ഒഴിവാക്കി. കേസില്ല, 5,000 കൊടുക്കണം. ഒന്നുമില്ല. ഇപ്പൊ എന്തിനും എല്ലാവരും പ്രായം കഴിഞ്ഞവർക്ക് ഞാൻ തിന്നാൻ കൊടുക്കുക പോലെ എനിക്ക് ഇങ്ങോട്ട് തരണം. ആപ്പാന വെക്കണം. ഒക്കെ നല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യമുള്ള മക്കളുണ്ട്. ഇപ്പൊ ഇവിടെ വലിയ വലിയ മക്കളുണ്ട്. ഞാൻ ഏറ്റവും മെയിൻ ചെയ്യാൻ പോലല്ലോ. ഓലിന്നോട്ട് ഉണ്ടല്ല വലിയ പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചെന്നല്ലാതെ. ആൺകുട്ടിയുണ്ട്. ഇപ്പൊക്കെ 2 ആൺകുട്ടികളുടെ ഒരു പെണ്ണുണ്ട്. ലാസ്റ്റത്തെ ലാസ്റ്റ് തുഴഞ്ഞ് പോയി ഒരു ആൺകുട്ടിനെ കിട്ടി. അല്ല നമ്മള് പിള്ളേ പറയാം, നമ്മള് ഇത് പറയില്ല. അങ്ങനെ കിട്ടി, ഒരു ആൺകുട്ടി കിട്ടി. ഓന് ഇപ്പൊ 10-18 ലക്ഷം റുപ്യാണ് ചെലവാക്കിയത്. അവൻ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം കൊണ്ടുപോയി മിംസിൽ കൊണ്ടുപോയിട്ടാണ് 18 ലക്ഷം റുപ്യ ഓപ്പറേഷത്തിന് വേണമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗർഭമുള്ള സമയത്ത് ഇവിടെ വീണുകാണ്ട് ആർട്ടൊന്നായിട്ട് ബോൾ മാറി, അതായത് രക്തക്കോയലുകളൊക്കെ മാറിയിട്ടാണ് വരുന്നത്. അങ്ങനെ പോയി ബാംഗ്ലൂർ കൊണ്ടുപോയി സായിബാബാന്റെ അവിടെ. എനിക്ക് ലെറ്റർ വാങ്ങിയിട്ട് അവിടെ പോയി. അവിടുന്ന് പോലും പറഞ്ഞപ്പോൾ 11 വയസ്സ് വരെ ജീവിക്കുള്ളൂ. ഒരു ഗുളികയും തന്നു. അങ്ങനെ അവിടുന്ന് പോന്നു. അവിടുന്ന് പോകുന്നതാണ്ട് എറണാകുളം അമ്മൻ്റെ അവിടെ പോയി. അമ്മൻ്റെ അവിടെ 18,000 20,000 റുപ്യ ഓപ്പറേഷന്, 20 ലക്ഷം. അതിൽ 25,000 റുപ്യ കുറച്ച് തരായിരുന്നു. അവിടുന്ന് പോകുന്നു. അവിടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആലോചിച്ച് കണ്ട് പിന്നെ മനോരമയിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മദ്രാസ് മെഡിക്കൽ മിഷനിൽ ഈ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ കൊണ്ടുപോയി പോലും എല്ലാ ടെസ്റ്റ് ഓർഡറും ചെയ്തു. അവിടെ റൂം എടുത്ത് നിന്നു. എൻ്റെ പെണ്ണുങ്ങളും വേറൊരു ആൾ കൂടി. ഞാൻ ഫസ്റ്റ് പോവല്ലേ. അങ്ങനെ പോയിട്ട് എനിക്ക് തമിഴ് 7 പ്രാവശ്യം എനിക്ക് തമിഴ് തീരെ എനിക്ക് കർണാടക പിന്നെ ഒപ്പിച്ച, ഹിന്ദിയൊക്കെ ഒപ്പിച്ച, ഇംഗ്ലീഷും ഒപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഇത് എനിക്ക് തീരെ എനിക്കത് ഏജനില്ല. അതിലെന്താട്ടി ഞാൻ അവിടെ കൊണ്ട് എല്ലാ ചെക്കും ചെയ്ത് കാരണം പിന്നെ ഓല് പറഞ്ഞു നിങ്ങള് 15 ദിവസം കൂടുമ്പോൾ കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ 10,000 റുപ്യ കൈമ വെച്ച് പോകും. വരുമ്പോൾ ഒരു 5 റുപ്യ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ വണ്ടി കൂലി റൂമെല്ലാം കഴിച്ചിട്ട് അവിടെ പൈസ ഇല്ല. അവിടെ ഫസ്റ്റ് എനിക്ക് 1,500 റുപ്യ ആയിട്ടുള്ളൂ. അല്ല, മെഡിക്കൽ മിഷനില് ഓല് എല്ലാ ടെസ്റ്റും ഒരു തുള്ളി മരുന്ന് കൊടുക്കാന്, തുള്ളി മരുന്ന് കൊടുത്തെങ്കിൽ പിന്നെ എക്സ്റേ എടുക്കാൻ കഴിയുള്ളൂ. അന്നിപ്പോ എനിക്ക് 1.5 മെട്രോന്ന് 300 റുപ്യ ഓട്ടോറിക്ഷ വെച്ച് പോയി ഹോസ്പിറ്റലിക്ക്. 300 റുപ്യ ഓട്ടോറിക്ഷക്ക്. അങ്ങനെ അവര് പറഞ്ഞു. പിന്നെ ഓരോ മാസം കൊണ്ടുപോകും. മാസം കൊണ്ടുപോകണം. ഞാൻ ദുബായിലാണ്. ഞാൻ ദുബായിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വരിക മാസം.